വോട്ടുകൾ പെട്ടിയിലായതോടെ എന്താകും ജനം തീരുമാനിച്ചത് എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയക്കാരും നേതാക്കളും. ആകാംക്ഷകൾ ഉള്ളിൽ സൂക്ഷിക്കുന്നവർക്ക് നടൻ ജഗദീഷിന്റെ ഈ വിശകലനം സഹായകരമാകും. നിഷ്പക്ഷമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും പ്രവർത്തനങ്ങളോട് എനിക്ക് യോജിപ്പുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എൻ്റെ വൈഫിന് ഈ അവരുടെ പല പോളിസികളോടും വിയോജിപ്പുണ്ട്. അപ്പോൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം ഒരു വലിയ ഇഷ്യൂ ആണ്. അത് ഓപ്പണായിട്ട് അവർ പ്രതികരിക്കില്ലെങ്കിൽ പോലും അവർക്ക് സൈലൻ്റായിട്ട് അവരുടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം അവർ വിനിയോഗിക്കും. അതിൻ്റെ ഒരു ആവേശമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ നല്ല പൊളിറ്റിക്കൽ ഫൈറ്റ് ഇപ്പോൾ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ UDFും ഒറ്റക്കെട്ടായിട്ടാണ്, LDFും ഒറ്റക്കെട്ടാണ്. ഈ ഗ്രൂപ്പീസും എന്നുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ റിയൽ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. സാധാരണ എല്ലാ പ്രാവശ്യവും അടിയൊഴുക്കുകൾ ഗ്രൂപ്പിസത്തിൻ്റെ പേരിലായിരിക്കും. ഇന്ന ഗ്രൂപ്പ് പാർട്ടിയിൽ തന്നെ ആ ഗ്രൂപ്പിസമൊക്കെ ഉണ്ട്. ഇത്തവണ അതില്ല. അപ്പോൾ റിയൽ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കും. പാർട്ടി കൂറും പാർട്ടി വിരുദ്ധതയും ജഗദീഷ് വിശദീകരിക്കുമ്പോൾ മുകേഷിനെ പോലുള്ളവർ മറിച്ചും നിലപാട് പറയും. ഇന്നസെന്റ് ജയിക്കുമോ എന്ന ആകാംക്ഷ മാത്രം ഉള്ളിൽ സൂക്ഷിക്കുന്നവരും രംഗത്തുണ്ട്. മെയ് 16 വരെ കാത്തിരിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.